corner. He's gonna do a speech. Times like this, we need to unite and come together. I'm sorry, Meek. It's very hard to give a rousing speech with the noise. Oh God, we're gonna die. മാർവലിൻ്റെ തണ്ടർബോൾട്സ് റോസ് എന്ന് പറയുന്ന ക്യാരക്ടർ കോമിക്കിൽ റെഡ് ഹൾക്കായി മാറിയ ഒരു ക്യാരക്ടർ തന്നെയാണ് തണ്ടർബോൾട്ട് റോസ്. ഈ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആക്ടർ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങ് മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു ചോദ്യമാണ്, ഇനി റെഡ് ഹൾക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, അതിന് പകരം വേറെ വല്ല ക്യാരക്ടറിനെ കൊണ്ടുവരുമോ, തണ്ടർബോൾട്സ് റോസിനെ വെച്ച് തന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയും. പിന്നെ കോമിക് ബുക്കിൻ്റെ അകത്ത് തണ്ടർബോൾട്ട് എന്ന് പറയുന്ന ടീം തന്നെ ഉണ്ടാക്കാനുള്ള കാരണക്കാരൻ തന്നെയാണ് ജനറൽ തണ്ടർബോൾട്ട്. ജനറൽ റോസിൻ്റെ ആക്ടർ മരിച്ചു പോയില്ലേ, അപ്പോൾ ഇനി ഇങ്ങനെ തണ്ടർബോൾട്ട് എന്ന് പറയുന്ന ടീം ഫോം ആവും. അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളാണ് ഫാൻസിൻ്റെ ഇടയിൽ ഇപ്പം വന്നിരിക്കുന്നത്. പിന്നെ റൂമേഴ്സ് അക്കോർഡിംഗ് പറയുന്നത് ഈ ഹൽക്കിൻ്റെ സീരീസിൻ്റെ അകത്ത് റെഡ് ഹൽക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് 4 സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണാൻ നോക്കുക. തണ്ടർബോൾട്ട് റോസ് അങ്ങ് മരിച്ചു പോവാണ്. ആ മരണത്തിന് കാരണം അറിഞ്ഞോണ്ടോ അറിയാതെ തണ്ടർബോൾട്ട്സ് റോസിന്റെ മകള് ജനറൽ തണ്ടർബോൾട്ട്സ് റോസിന്റെ മരണത്തിന് കാരണമായി. അതിനുശേഷം അവൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഉദാഹരണത്തിന്, ഒരാളുടെ മരണത്തിന് നമ്മളൊരു കാരണമായി പോവുകയാണെങ്കിൽ അയാളുടെ വിഷമം എന്തായിരിക്കുമെന്ന്. അതുപോലെ തന്നെ ബെറ്റി റോസിന് സംഭവിച്ചു. സ്വന്തം അച്ഛൻ്റെ മരണത്തിന് അവളൊരു കാരണമായി പോയെന്നുള്ള വിഷമത്തിൽ ഇരിക്കുകയും അത് പറഞ്ഞ് ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് വിഷമത്തിൽ തലയിട്ട് സൂസൈഡ് ചെയ്യാൻ നോക്കി. അവൾക്ക് പക്ഷെ ധൈര്യമില്ലാത്തതുകൊണ്ട് അവൾ അതിൻ്റെ അകത്തു നിന്നെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഭയം എന്താണെന്നറിയാത്തൊരാൾ വന്നു. അയാൾ വന്നതിന് ശേഷം ഭയപ്പെടുത്തുന്ന ആ കഥയുടെ പുതിയ അധ്യായം തുടങ്ങി. നാട്ടിലിപ്പോ ഈ പേരല്ലേ കേൾക്കാനുള്ളൂ. ഞാനും കേട്ടു. ലീഡർ ഇങ്ങനെ വന്നെന്നൊന്നും ചോദിക്കില്ലേ. ലീഡറിനെ ഏതായാലും ട്രിപ്പിൾ ഹൾക്കിൻ്റെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവളിൽ വേറൊരു പ്രോജക്റ്റിൻ്റെ അത് ലീഡറിനെ പിന്നെ കാണിച്ചിട്ടില്ല. ബുക്കിൻ്റെ അകത്തും റെഡ് ഹൾക്ക് ഉണ്ടാകാനുള്ള മെയിൻ കാരണം ലീഡർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ കിട്ടത്. പിന്നെ ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ അകത്ത് ലീഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഈ കഥയിലോട്ട് ചേർത്തത്. ഓക്കെ, നമുക്കെന്നാൽ ബാക്കി കഥ കണ്ടിന്യൂ ചെയ്തല്ലോ. നമ്മളെവിടെയായിരുന്നു നിർത്തിയത്? ലീഡർ ശരിക്കും ബെറ്റിയുടെ മാനസികാവസ്ഥ ശരിക്കും വെച്ചിട്ടുണ്ട്. ബെറ്റിയായിട്ട് ഒരു ഡീൽ ചെയ്യുവാണ്, നിന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാം, അതിന് നീ ഞങ്ങളുടെ ക്രീസത്തിന്റെ ഭാഗമാവണമെന്ന്. ഇവൾ അവന്റെ മരണത്തിന് കാരണമായെന്നുള്ള വിഷമത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ലീഡറിന്റെ ഡീല് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാതെ അവള് ആ ഡീലിന് സമ്മതിക്കുവാണ്. അതിനുശേഷം ലീഡർ ബെറ്റി റോസിനെ റെഡ് ഷീഹൽക്കാക്കി മാറ്റുവാണ്. അതിനുശേഷം അവൾ ലീഡർ പറയുന്നത് അനുസരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചിലപ്പോൾ നമുക്ക് ഹൾക്കുമായിട്ട് ഒരു ചെറിയൊരു കട്ടയ്ക്കൊരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഹൾക്ക് മനസ്സിലാക്കി ഇത് ബെറ്റി റോസ് ആണെന്ന്. അതിനുശേഷം അവൾ എന്തോ സംഭവിച്ചുള്ള കാര്യങ്ങൾ ബ്രൂസ് ഹൾക്കിനോട് പറയും. അതിനുശേഷം ഹൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവളുടെ വിഷമം എല്ലാം മാറ്റി കൊടുക്കുകയും അതിനുശേഷം ഹൾക്കുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു വലിയൊരു പ്രശ്നം വരുവാണ്. ലീഡറിൻ്റെ ഇരുന്ന ജനറൽ തണ്ടർബോൾട്ട്സിന്റെ ശരീരം വെച്ചുകൊണ്ട് ലീഡർ ജനറൽ തണ്ടർബോൾട്ട്സിന് 2ാം ജന്മം കൊടുക്കുവാണ്. 2ാം ജന്മം കൊടുത്തത് ഗാമ റേഡിയേഷനോടൊപ്പം തന്നെ മറ്റ് കോസ്മിക് റേഡിയേഷനും അതുകൂടാതെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലേസർ ബീമിന്റെ സഹായത്തോടു കൂടിയാണ് ജനറൽ തണ്ടർബോൾട്ട് റോസ് റെഡ് ഹൾക്കായി മാറുന്നത്. ഇത്രയേറെ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഹൾക്കിനേക്കാൾ കുറച്ചും കൂടി പവർ ലെവൽ ഉള്ള ഒരു ക്യാരക്ടറാണ് റെഡ് ഹൾക്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതേ തുടർന്ന് റെഡ് ഹൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതേ തുടർന്ന് റെഡ് ഹൾക്കിനെ തടയുവാനായി റെഡ് ഷീഹൾക്ക് വരികയും ചെയ്യുന്നു. പിന്നീട് അവർ തമ്മിൽ വളരെ വലിയൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എങ്കിൽ തന്നെയും നേരത്തെ തന്നെ വളരെയധികം ടയേർഡ് ആയിരുന്ന റെഡ് ഹൾക്ക് റെഡ് ഷീഹൾക്കിന് മുമ്പിൽ തോൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് റെഡ് ഷീഹൾക്ക് റെഡ് ഹൾക്കിന്റെ ശരീരത്തിലുള്ള മുഴുവൻ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുകയും അപ്പോൾ റെഡ് ഹൾക്ക് വീണ്ടും ജനറൽ തണ്ടർബോൾട്ട് റോസ് ആയി മാറുകയും ചെയ്യുന്നു. സത്യം പറയുകയാണെങ്കിൽ റെഡ് ഷീഹൾക്ക്
ഇത് കണ്ട് ഷോക്ക് ആവുകയാണ് ചെയ്യുന്നത്. കാരണം റെഡ് ഷീ ഹൽക്കിന്റെ അച്ഛൻ തന്നെയായിരുന്നു തണ്ടർബോൾട്ട്സ് റോസ്. റെഡ് ഷീ ഹൽക്കിന്റെ അച്ഛൻ തിരിച്ചു വന്നതിന്റെ പേരിൽ സന്തോഷിക്കണോ അതോ വിഷമിക്കണോ എന്നുള്ള രീതിയിലാണ് റെഡ് ഷീ ഹൽക്ക് നിൽക്കുന്നത്. റെഡ് ഷീ ഹൽക്ക് ഈ കാര്യം തണ്ടർബോൾട്ട്സ് റോസിനോട് പറയുവാണ്. ഈ ഒരു സത്യം തണ്ടർബോൾട്ട് റോസിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം താൻ തന്നെ ഒരു മോൺസ്റ്ററായി മാറിയത് തന്റെ മകന് വേണ്ടിയായിരുന്നു തണ്ടർബോൾട്ട് റോസ് രണ്ടാം ജന്മം എടുത്ത് റെഡ് ഹൽക്കായിട്ട് തിരിച്ചു വന്നത്. പക്ഷെ തന്റെ മകളും ഇപ്പോൾ ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്ന തണ്ടർബോൾട്ട് റോസ് ഇതിന് കാരണമായിരുന്ന ലീഡർ എന്ന ക്യാരക്ടറിനെ തേടി പിടിച്ച് അറ്റാക്ക് ചെയ്യുകയും തുടർന്ന് ലീഡറിന്റെ ശരീരത്തിലുള്ള മുഴുവൻ റേഡിയേഷനെയും അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. തന്റെ ശക്തികളെല്ലാം നഷ്ടപ്പെട്ട ലീഡർ എന്ന ക്യാരക്ടർ വീണ്ടും ഒരു സാധാരണ മനുഷ്യനായി മാറുകയും പിന്നീട് നരകവേദന അനുഭവിച്ച് ജീവിതം മുന്നോട്ട് നീക്കിക്കോളൂ എന്ന് ആശംസിച്ചുകൊണ്ട് റെഡ് ഹൾക്ക് പിന്നീട് ലീഡറിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഈ എപ്പിസോഡിൻ്റെ അകത്ത് പറഞ്ഞത് എൻ്റെ തിയറി മാത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ എനിക്കിങ്ങനെ റെഡ് ഹൽക്കിനെ കണ്ടാൽ മതി. ജനറൽ തണ്ടർബോൾട്ട് റോസിനുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പക്ഷേ മാർവലിൻ്റെ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് റെഡ് ഹൽക്കിന് വേണ്ടിയുള്ള ഒരു വേറൊരു ആക്ടറിനെ വല്ലതും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വല്ലതും റെഡ് ഹൽക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും അത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. Yes. No.